നമസ്കാരം ശ്രീ ഹരികൃഷ്ണൻജി. ഡൽഹി നമ്മുടെ സമീപകാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം കഴിഞ്ഞു. ഈ മഴ പെയ്താലും മരം പെയ്യുമെന്ന പോലെ ചെറിയ ചെറിയ അനക്കങ്ങൾ വീണ്ടും ഉണ്ടായിട്ട് വരുന്നു. അപ്പോൾ BJP സർക്കാർ നേരിട്ട പല ഇന്റേണലായിട്ടുള്ള പല പ്രതിസന്ധികളിലും വെച്ച് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരുന്നു ഗവൺമെന്റിന് കീഴടങ്ങേണ്ടി വന്നത്. ഇത് നമ്മൾ ആദ്യമായിട്ടല്ല. ഇപ്പോൾ നമ്മുടെ കർഷക സമരത്തിലായാലും നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നു ഗവൺമെന്റിന്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ്. കാര്യം നമ്മൾ പുറകോട്ട് പോകുമ്പോഴത്തേക്ക് 73, 74 കാലഘട്ടങ്ങൾ ബീഹാറിലും രണ്ടറ്റത്തായിട്ട്, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തും പടിഞ്ഞാറേ അറ്റത്തും ബംഗാളിലും ബീഹാറിലും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ കൊടുമ്പിരിക്കൊണ്ട സമയമായിരുന്നു. ഒന്നിന് നേതൃത്വം നൽകിയത് ഇപ്പോൾ ഈ സമരം അടിച്ചമർത്തുന്നു എന്ന് പറയപ്പെടുന്ന പ്രധാനമന്ത്രി തന്നെയാണ്. അന്ന് അഹമ്മദാബാദിൽ ഹോസ്റ്റൽ ഫീസ് വർധനയ്ക്കെതിരായിട്ട് സമരം സംഘടിപ്പിച്ചത്. ലോക്നായക് ജയപ്രകാശ് നാരായണൻ ആ സമയത്ത് ഇന്ദിരാഗാന്ധിയുമായിട്ട് തെറ്റിയിട്ട് കോളേജുകൾ ഓറും നടന്ന് പ്രസംഗിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഛാത്ര യുവ സംഘർഷ വാഹിനി എന്ന് പറയുന്ന വിദ്യാർത്ഥി യുവജന സംഘടന. ഈ സംഘടനയാണ് യഥാർത്ഥത്തില് 1974 1975 അടിയന്തരാവസ്ഥയ്ക്ക് കാരണമെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ വിദ്യാർത്ഥി സ്റ്റുഡന്റ് അൺട്രസ്റ്റ് നമ്മൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ പറയാം. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ എന്ന് മാത്രമല്ല, സ്റ്റുഡന്റ് അൺട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു വേറൊരു അർത്ഥം കൂടെയാണ്. അപ്പോൾ ഈ സ്റ്റുഡന്റ് അൺട്രസ്റ്റ് അല്ലെങ്കിൽ യൂത്ത് അൺട്രസ്റ്റ് വരുമ്പോഴത്തേക്ക് അത് ഭരണാധികാരികളെ ഭയപ്പെടുത്തുന്നുണ്ട്, അവരുടെ വികാരം കൊള്ളിക്കുന്നുണ്ട്. അതൊരു രാഷ്ട്രീയ അടിയന്തരാവസ്ഥയിലോട്ടുകൂടെ ഇന്ദിരാഗാന്ധി പോകേണ്ട ഒരു ഗതി വന്നു. ഇപ്പോൾ ഈ പാറ്റകളുടെ സമരത്തിന് ശേഷം BJP സർക്കാർ കൈക്കൊള്ളാൻ പോകുന്ന തീരുമാനങ്ങൾ, അപ്പൊ അതിനകത്ത് നമ്മൾ പ്രധാനപ്പെട്ട നോക്കേണ്ടത്, ഇതിനകത്ത് ഇപ്പം ലോക്നായക് ജയപ്രകാശ് നാരായണന്റെ മൂവ്മെന്റിന്റെ എഫക്റ്റായിട്ട് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന്റെ അടുത്ത് സറണ്ടർ ചെയ്യായിരുന്നു ക്രിമിനൽ. പക്ഷെ ഇതിനകത്ത് കുറച്ച് ക്രിമിനലുകൾ പൊളയ്ക്കുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു വാർത്തയും നമ്മളുണ്ട്. അതായത് ഈ സമരങ്ങൾ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ BJPയുടെ ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ NDAയുടെ ഗവൺമെന്റ്, BJPയുടെ ഗവൺമെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല, NDAയുടെ ഗവൺമെന്റ് ഇതിന് ശേഷം കൈക്കൊള്ളാൻ പോകുന്ന നടപടികൾ എന്തായിരിക്കും? നമ്മൾ രാജ്യം വീണ്ടും ഒരു അടിയന്തരാവസ്ഥയിലേക്ക് പോകുമോ? ഇതാണ് എനിക്ക് ചോദിച്ചത്. അടിയന്തരാവസ്ഥ എല്ലാം കൊണ്ടും രാജ്യത്തിലെ യുവാക്കളുടെ എന്നല്ല, രാജ്യത്തിന് ആകമാനമുള്ള മനുഷ്യരുടെയൊക്കെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് നേരെ ഉള്ള വലിയ കടന്നുകയറ്റമായിരുന്നു. ഇന്ദിരാഗാന്ധി ആ അടിയന്തരാവസ്ഥ വരുന്നതിന് മുന്നേ തന്നെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിരുന്നു. 42nd അമെൻമെൻറ്റ് എന്ന് പറയുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനയുടെ ഏകദേശം എല്ലാ കാര്യങ്ങൾക്കും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പ്രസിഡന്റിന് നേരിട്ട്, ക്യാബിനറ്റ് ഡിസിഷനല്ല, പ്രൈം മിനിസ്റ്റർ നേരിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് റിട്ടേൺ ആയിട്ട് ക്യാബിനറ്റിന് ലെറ്റർ വേണമെന്നും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡിസിഷൻ എടുക്കേണ്ട 2/3 മെജോറിറ്റിയിൽ ഡിസിഷൻ എടുക്കണം. ആദ്യത്തെ ഒരു മാസം ഒരു ക്യാബിനറ്റും അല്ലെങ്കിൽ ക്യാബിനറ്റിൻ്റെ റിട്ടേൺ ഡേറ്റ വെച്ച് കൈകാര്യം ചെയ്യാമെങ്കിലും ഉടൻ തന്നെ, അതായത് 1 മന്തിന് വിത്തിൻ 1 മന്തിനകത്ത് തന്നെ പാർലമെൻറ്റിൻ്റെ തീരുമാനമുണ്ടായിരിക്കും. 2/3 മെജോറിറ്റിയിൽ അത് പാസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ അതിനുശേഷം ഉള്ള മാറ്റങ്ങൾ വരുത്തി. മൊറാർജി ദേശായിയുടെ സമയത്തൊക്കെ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, ഭരണഘടനയെ തിരിച്ചു കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അതിനുശേഷമാണ് നടന്നത്. വലിയ രീതിയിലുള്ള സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റുകൾ, രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റുകൾ നടന്ന സമയമാണ് ഈ 75-77 കാലം എന്ന് പറയുന്നത്. അത് JP ആണ്, ജയപ്രകാശ് നാരായണനാണ് അതിൻ്റെ മുന്നണി പോരാളി. ജയപ്രകാശ് നാരായണനെ സംബന്ധിച്ചിടത്തോളം, JPയെ സംബന്ധിച്ചിടത്തോളം, JPക്ക് പ്രധാനമന്ത്രി ആകണമെന്നോ പ്രസിഡന്റ് ആകണമെന്നോ അങ്ങനെ പ്രത്യേകിച്ച് വലിയ അത്യാഗ്രഹങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ഇല്ലാത്ത, പൊളിറ്റിക്കൽ അംബീഷൻസ് ഇല്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രത്യേകിച്ച് വെള്ളം ചേർക്കലൊന്നുമില്ലായിരുന്നു ആ പ്രക്ഷോഭത്തിനകത്ത്. വളരെ കൃത്യമായി സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റുകളുടെ മൂവ്മെൻറ്റാണ്, സ്റ്റുഡൻറ്റുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റുകളായിരുന്നു അത്തരം മൂവ്മെൻറ്റുകളൊക്കെ തന്നെ. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മാരീചന്മാരായി മാറുന്ന, അതായത് സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റിനകത്ത് മറ്റ് രാഷ്ട്രീയ അഭിലാഷങ്ങൾ കയറിക്കൂടുന്ന
ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ വാഴ നനയുമ്പോൾ ചീരയും കൂടി നനയും എന്ന് പറഞ്ഞതുപോലെ ഒരു അവസ്ഥ ഇതിനകത്തേക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഈ സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റ് കളേർഡായിരുന്നു. അത് ഒരു ഓർഗാനിക് ആയിരുന്നില്ല, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നില്ല, അത് കളേർഡ് മൂവ്മെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. പല കളറുകളും അതിനകത്തേക്ക് നമുക്ക് ഈ എന്താ പറയുക മഴവില്ല് എന്ന് പറയും പോലെ എല്ലാ വർണ്ണങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ്. പല പല ആവശ്യങ്ങളായിരുന്നു അതിന്. ചില ആൾക്കാർക്ക് ആർട്ടിക്കിൾ 370 തിരിച്ച് പുനഃസ്ഥാപിക്കണമെന്നതായിരുന്നു ആവശ്യം. ചില ആൾക്കാർക്ക് ഇന്ത്യയെ വിഘടിപ്പിക്കണമെന്നതാണ് ആവശ്യം. പിന്നെ മറ്റു ചില ആൾക്കാർക്ക് ഡൽഹി കലാപത്തിലെ പ്രതികളായ ഷർജിൽ ഇമാമിനെയും ഒമർ ഖാലിദിനെയും ഒക്കെ പുറത്തെത്തിക്കണം. ചില ആൾക്കാർക്ക് ഈ അഫ്സൽ ഗുരുവിനെ പോലുള്ള ഭീകരവാദികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആയിരുന്നു. തുക്കടെ ഗ്യാങ്ങുകൾ ഇതിനകത്തുണ്ടായിരുന്നു. മെയിൻ സ്ട്രീമിൽ പ്രധാനപ്പെട്ട ആവശ്യം നീറ്റ് പരീക്ഷയായിരുന്നെങ്കിലും ഇതിനകത്ത് മറ്റ് പല ആവശ്യങ്ങളും കടന്നുകൂടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യത്തെ പ്രോസസ്സ് വിദ്യാർത്ഥികളുടെ ആവശ്യവും ഇതിനെ അരിച്ചു മാറ്റം, വിദ്യാർത്ഥികളുടെ ആവശ്യത്തെ മറ്റ് ആവശ്യങ്ങളിൽ നിന്ന് മറ്റ് അതിക്രമങ്ങൾ നടത്തുന്ന വിഘടനവാദികളുടെ ആവശ്യങ്ങളിൽ നിന്നും വിഘടനവാദികളെയും വിദ്യാർത്ഥികളെയും തമ്മിൽ വേർപിരിക്കണം. എന്നിട്ട് അരിച്ചു മാറ്റേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഗവൺമെൻറ്റിന് നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് ഇതിനെതിരെ എടുക്കുന്ന നടപടികൾ ആ തരത്തിലായിരിക്കും വരാൻ പോകുന്നത്. അതായത് അനാവശ്യമായിട്ട് കടന്നുകൂടി ക്രിമിനലുകൾ ഇതിനകത്ത് കടന്നുകൂടിയതിന് ശേഷം, ഇപ്പോൾ നേരത്തെ സാർ തന്നെ സൂചിപ്പിച്ചതുപോലെ നിരവധി ക്രിമിനൽ, ഏകദേശം 2637 ക്രിമിനൽ കേസിൽ പ്രതികൾ ഇതിനകത്തേക്ക് കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. ഈ പ്രതികൾ പല ബലാത്സംഗ കുറ്റം ഉൾപ്പെടെയുള്ള പ്രതികൾ ഇതിനകത്തേക്ക് കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കൊലപാതക കേസിലെ പ്രതികൾ, പോക്സോ കേസ്, ഈ നിരവധി കേസുകളുടെ പ്രതികൾ ഇതിനകത്തേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ അവരെ ആവശ്യം യഥാർത്ഥത്തിൽ നീറ്റിൻ്റെ ലീക്കേജ് അല്ല, അവർക്ക് നീറ്റുമായിട്ടോ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിയുമായിട്ടോ യാതൊരു ബന്ധമില്ല. പക്ഷെ അവിടെ ജെന്യുവിനായിട്ടൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. എന്താണ് പ്രശ്നം വിദ്യാർത്ഥികളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട്, ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജുമായി ബന്ധപ്പെട്ട്, അവരുടെ ജെന്യുവിനായിട്ടുള്ള ഒരു ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് ആരോട് അവർ ചെന്ന് പറയും എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഒരു വ്യക്തിപരമായി ഞാൻ പോലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഇത്തരം ഒരു ഡിസിഷൻ്റെ രക്തസാക്ഷിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിതേപോലെ മുന്നേ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രൊട്ടസ്റ്റ് എന്നല്ല, പരാതി കൊടുക്കലായിരുന്നു ഇതിനകത്ത്. UPSC പരീക്ഷ കോവിഡ് അനന്തര സമയത്ത് നമുക്കൊരു മേഴ്സി ചാൻസും കൂടെ തരണം. കാരണം നിരവധിയായിട്ടുള്ള ആൾക്കാർക്ക് മാനസികമായിട്ട് പല പ്രശ്നങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പരീക്ഷകൾ നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഒരു എക്സ്ട്രാ ചാൻസ് അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് നമ്മൾ ധർമ്മേന്ദ്ര പ്രധാനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ അത് എല്ലാവരും സമ്മതിച്ചപ്പോഴും അന്ന് സമ്മതിക്കാതിരുന്ന ഒരേ ഒരു മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനായിരുന്നു. സുപ്രീം കോടതി തന്നെ അന്ന് നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അവർക്ക് വേണ്ടി പരിഗണനാപൂർവ്വം എന്തെങ്കിലും ചെയ്യണം എന്ന് ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് എതിർത്തിരുന്ന ഒരേ ഒരാൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഒരൊറ്റ വാശിയിലാണ് പിന്നീട് അന്ന് ആ മേഴ്സി ചാൻസ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കാതെ സന്ദർഭം വന്നപ്പോൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇതിനകത്തേക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ എന്നൊരാൾക്ക് വളരെ അഡമൻ്റായിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം കോമ്പറ്റൻ്റ് അല്ല, അദ്ദേഹം ഒരു കഴിവുകെട്ടൊരു മന്ത്രിയാണ് എന്നൊന്നും വാദമൊന്നും എനിക്കില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളും ഇതിനകത്തേക്ക് ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുമ്പോൾ കുറച്ചുകൂടി അനുഭാവപൂർവ്വം കാര്യങ്ങൾ പരിഗണിക്കേണ്ട ഒരാളായിരിക്കണം അവിടുത്തെ മന്ത്രിയായി വരേണ്ടത്. അവരെ ഏകോപിപ്പിക്കേണ്ട കടമയും കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇനി ഈ പ്രൊട്ടസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്തുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ളവർ അനാവശ്യമായിട്ട് സർക്കാർ മുതലുകൾ, അതായത് പൊതുമുതലുകൾ നശിപ്പിച്ചവർ, അതോടൊപ്പം തന്നെ പോലീസിനെ അനാവശ്യമായിട്ട് ആക്രമിച്ച ആൾക്കാർ, 150ഓളം പോലീസുകാർ ആക്രമിക്കപ്പെട്ടു. ഇപ്പോൾ ഡൽഹി പോലീസിൻ്റെ കുറച്ച് പേര് ഡൽഹിയിൽ സംഘടിക്കാൻ പോവുകയാണ്. അതായത് തങ്ങൾക്കെതിരെ ഈ പ്രക്ഷോഭകാരികൾ ആക്രമിച്ചപ്പോൾ ഗവൺമെൻറ് ഒരു ഡിസിഷനും എടുത്തില്ല, അതെന്താണ് അതിനുള്ള തീരുമാനം അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രൊട്ടസ്റ്റിന് വരാൻ പോവുകയാണ്. അപ്പോൾ പലതരം പ്രൊട്ടസ്റ്റുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബംഗാളിൽ ട്രൈകളർ ഫ്ലാഗും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയവാദികളുടെ ഒരു പ്രൊട്ടസ്റ്റ് നടന്നത്. കാരണം ദേശത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് CJP പോലുള്ള പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അനുരണനങ്ങൾ പല രീതിയിൽ വരുന്നുണ്ട്. അത് രാജ്യവിരുദ്ധമായിട്ടുള്ള സമീപനമാണെന്ന് പറഞ്ഞുകൊണ്ട് ബംഗാളിൽ ഒരു പ്രൊട്ടസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് നടത്തുന്നത്. ഇങ്ങനെ ഇതിൻ്റെ അനുരണനങ്ങൾ എന്നോളം ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വലിയ ബാധ്യതകൾ വരികയാണ്. അപ്പം ഇതിനു മുന്നേ സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റുകളും യൂത്ത് പ്രൊട്ടസ്റ്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ LGBTQ ബന്ധപ്പെട്ട് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഡൗറി പ്രൊഹിബിഷൻ ആക്ടിനെതിരെയുള്ള 1961 ഡൗറി പ്രൊഹിബിഷൻ
ഡിഫമേഷൻ ആക്ടിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ്, വലിയ പ്രൊട്ടസ്റ്റ് ആയിരുന്നു 1980 നടന്നിട്ടുണ്ട്. അതേപോലെ നിർഭയ ഗ്യാങ് റാപ്പ് കഴിഞ്ഞ സമയത്ത് അതിനെതിരെ ഒരു വളരെ ശക്തമായ പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്. ഈ പ്രൊട്ടസ്റ്റുകൾ, യൂത്ത് പ്രൊട്ടസ്റ്റുകൾ രാജ്യം അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല മാറ്റങ്ങൾ കടന്നു വന്നിട്ടുള്ളതും യൂത്ത് പ്രൊട്ടസ്റ്റിന് ഇറങ്ങുമ്പോഴാണ്. അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റും. ഇപ്പോഴും ജെന്യുവിനായിട്ടുള്ള ഒരു ആവശ്യം അതിനകത്തേക്ക് നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ യൂത്തിനെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാങ്കേതികമായ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. മന്ത്രിയെ രാജിവെക്കാൻ പറഞ്ഞ് മന്ത്രി രാജിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഈ ഉദ്യോഗസ്ഥരെ പ്രതികളാക്കി കേസെടുത്തിട്ടുണ്ട്. 13 പേരെ ജയിലിനകത്തേക്ക് ആയിട്ടുണ്ട്. 47 പേർക്കെതിരെ കേസെടുക്കുകയും അവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നടപടികളാണ് ഇപ്പോൾ നമുക്ക് വരുന്നത്. പക്ഷേ ഇവരെ ഈപ്പെട്ട ക്രിമിനലുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് CJP തന്നെ ശ്രമിക്കുന്നുണ്ട്. അതെന്തായാലും നടക്കില്ല എന്ന് സർക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താവും എന്നുള്ളതാണ്. അപ്പോൾ രാജ്യം തീർച്ചയായും ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് രാജ്യം ഒരു അടിയന്തരാവസ്ഥയിലേക്ക് പോകാനുള്ള സാഹചര്യത്തിലാണോ? അങ്ങനെ ഒരു അടിയന്തരാവസ്ഥയിലൊന്നും രാജ്യം പോകണമെന്നൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ കർഫ്യൂകൾ വന്നിട്ടുണ്ടാവാം ചില പ്രദേശങ്ങളിൽ. ഇപ്പോൾ നമ്മൾ പ്രൊട്ടസ്റ്റ് ഒരു പുതിയ സംഭവമല്ല NDA സംബന്ധിച്ചിടത്തോളം. ഡൽഹിയിൽ തന്നെ പല മെട്രോ സ്റ്റേഷനുകളും ഒരാഴ്ചയോളം അടച്ചിടേണ്ടി വന്നു. അതെ, ട്രെയിനുകൾ ക്യാൻസൽ ചെയ്തു. ഇതിലും ക്രൂരമായിട്ട് അടിച്ചമർത്തിയ പ്രൊട്ടസ്റ്റുകളുണ്ട്. അനാവശ്യമായ പ്രൊട്ടസ്റ്റുകൾ അടിച്ചമർത്തിയിട്ടുണ്ട്. ഏതായിരുന്നു ആ പ്രൊട്ടസ്റ്റ്? കാശ്മീരിൽ ഹ്യൂമൻ ഷീൽഡുകൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ വാനുകൾക്ക് മുമ്പിൽ കെട്ടിവെച്ചുകൊണ്ട് ഭീകരവാദികൾ നടത്തിയ സ്റ്റോൺ. ഞാൻ പറഞ്ഞത് അതൊക്കെ ശരിയാണ്. ഞാൻ പറയുന്നത് ഈ സ്റ്റുഡൻസ് കഴിഞ്ഞ തവണ ഈ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് കഴിഞ്ഞ തവണത്തെ എമർജൻസി വരുന്നത്. അതേ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഏകദേശം ഒരു സിമിലർ സിറ്റുവേഷൻ ഇപ്പം കൃത്രിമമായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിലുള്ള ലോ ആൻഡ് ഓർഡർ വെച്ചിട്ട് അവർക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുമോ, അതോ തീർച്ചയായും ഇത് നാഷണൽ എമർജൻസി പോലുള്ള ഒരു സംവിധാനം നമുക്ക് കൊടുക്കേണ്ടി വരും? അതെ, നമുക്ക് വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ഏത് സാഹചര്യത്തിലാണ് എമർജൻസി വരേണ്ടതെന്ന്. ഒരു കാരണവശാലും ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എമർജൻസി കൊണ്ടുവരാൻ പറ്റില്ല. ഒരു ഇൻറ്റേർണൽ എമർജൻസി കൊണ്ടുവരണമെങ്കിൽ അവിടെ ഒരു ആംഡ് റിബല്യൻ ഉണ്ടാവണം. ആംഡ് റിബല്യൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇൻറ്റേർണൽ എമർജൻസിക്ക് ഉത്തരവിടുവാൻ സർക്കാരിന് അധികാരമുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു എമർജൻസിയിലൊന്നും പോവില്ല. എമർജൻസി വരേണ്ട സാഹചര്യം എന്ന് പറയുന്നത് അത് സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമല്ല, ഇന്ദിരാഗാന്ധിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്നതുകൊണ്ടും അവിടെ വളരെ ദുർബലമായിട്ടുള്ളൊരു മെജോറിറ്റി മാത്രമേ അവർക്കുള്ളൂ എന്നുള്ളതുകൊണ്ടുമാണ് അവരുടെ നിലനിൽപ്പ്, പ്രധാനമന്ത്രി എന്ന വ്യക്തിപരമായി തന്നെ നിലനിൽപ്പ് പ്രശ്നമുണ്ടായപ്പോഴാണ് അങ്ങനെ ഒരു എമർജൻസി. ഇപ്പം സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഉള്ള ഒരു ഭൂരിപക്ഷത്തിലെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെജോറിറ്റി ഉണ്ട്. അവരെ കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും അവരോടൊപ്പം ഉണ്ട്. കൂടുതൽ ആൾക്കാർ അവരുടെ ഗ്യാങ് ഫോൾഡിലേക്ക് വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എമർജൻസി അവർക്ക് പ്രഖ്യാപിക്കേണ്ട. പകരം ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ നടത്താൻ ചില മേഖലകളിൽ കർഫ്യൂകൾ ഉണ്ടാകും, ചില പോക്കറ്റുകൾ ചിലത് കേന്ദ്രീകരിച്ച്. കാരണം അത്തരം പ്രക്ഷോഭങ്ങളുടെ എവിടെയാണ് അതിൻ്റെ തുടക്കം, അതിൻ്റെ ഒരു ഒറിജിൻ എവിടെയാണെന്ന് നോക്കിയതിന് ശേഷം അവിടെ ചില കർഫ്യൂകൾ വരും. അത് ചിലപ്പോൾ അടിച്ചമർത്തേണ്ടതാണെങ്കിൽ, അതായത് ന്യായമല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ പ്രൊട്ടസ്റ്റ് നടത്തിയാൽ ഒരു കാരണവശാലും അതൊന്നും വെച്ചു കൊടുക്കില്ല. ഗവൺമെന്റിനെതിരെ പ്രൊട്ടസ്റ്റ് നടത്തുക എന്നുള്ളത് ജനാധിപത്യത്തിലുള്ള അവരുടെ ഒരു അവകാശം. തീർച്ചയായും അത് നമുക്ക് നിരോധിക്കാൻ പറ്റില്ല. നിരോധിക്കാൻ പറ്റിയതാണ് ഇന്ദിരാഗാന്ധിക്ക് പറ്റിയ ഏറ്റവും വലിയ. അത് നിരോധിക്കാൻ പറ്റില്ല. പ്രൊട്ടസ്റ്റുകളുണ്ട്, പക്ഷേ ഇവിടെ പ്രൊട്ടസ്റ്റുകൾ അക്രമാസക്തമാകാൻ പാടില്ല. രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഇപ്പോ പോളിസി മാറ്റേഴ്സ് ഒരു അപ്പോ ഇവിടെ പ്രശ്നം വരുന്നത് കോൺസ്പിക്വസ് ബൈ ആബ്സെൻസ് എന്ന് പറയുന്ന ഒരു ഫ്രേസാണ്. അതായത് ഉണ്ടാവേണ്ട ആള് പ്രസന്റ് ആവേണ്ട ആള് പ്രസന്റ് ആയില്ല എന്നുള്ളൊരു വിഷയമാണ്. ഇവിടെ BJPക്ക് സ്വന്തമായിട്ട് വിദ്യാർത്ഥി മോർച്ച ഇല്ല. BJPക്ക് ABVPയുടെ ഒരു തണലിലാണ് അവര് വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. എന്നാൽ യുവമോർച്ച രാജ്യത്ത് വളരെ ശക്തമായിട്ട് ഒരു സംഘടനാ സംവിധാനമുള്ള യുവമോർച്ച. NSU എന്ന് പറയുന്ന സംഘടന ഇന്ത്യയിലെ ഒട്ടാകെ ശക്തിയും വേരുമുള്ള ഒരു സംഘടനയാണ്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ SFIയും DIFIയും ഒക്കെ ഈ മേഖലകളിൽ വളരെ ശക്തിയുള്ള സംഘടനയാണ്. ഈ ശക്തികളൊന്നും ആദ്യഘട്ടത്തിൽ ഈ വിഷയം ഏറ്റെടുത്തില്ല എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല. അത് എന്തുകൊണ്ടാണ് അവർ ആദ്യഘട്ടത്തിൽ ഏറ്റെടുക്കാതിരുന്നതെന്ന് താങ്കൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും? അല്ല, ഇത് ഈ നമ്മുടെ നാട്ടിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് എന്ന് പറയുന്നത് ഒരു കോമൺ ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞു.
അത് ഇപ്പോൾ അഡ്രസ്സ് ചെയ്തില്ല എന്ന്. കാരണം അത് വളരെ കുറച്ച് ആൾക്കാർ, ഇപ്പോൾ UPSC നേരത്തെ നമ്മൾ സൂചിപ്പിച്ച എക്സാമിൻ്റെ ഒരു ഇതിന് പകരമായിട്ട് നമുക്കൊരു ദയ കിട്ടാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കുറച്ച് ആൾക്കാർ മാത്രം എഴുതുന്ന പരീക്ഷയായതുകൊണ്ടാണ്. ഇപ്പോൾ 10 ലക്ഷം പേര് എഴുതുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമൊന്നുമല്ല. അതേപോലെ തന്നെ നീറ്റ് എക്സാം രാജ്യത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും പോലും എഴുതുന്ന പരീക്ഷയല്ല നീറ്റ്. അത് കുറച്ച് ആൾക്കാർ സയൻസ് സ്റ്റുഡൻസ് ആണ് എഴുതുന്നത്. സയൻസ് സ്റ്റുഡൻസിൽ തന്നെ കുറച്ച് പേര് മാത്രമേ നീറ്റ് എക്സാം എഴുതാറുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ പേപ്പറുകൾ ലീക്ക് ചെയ്യുന്നത് ഒരു കോമൺ സംഭവമായി മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2004 മുതൽ 2014 വരെ UPA അഡ്മിനിസ്ട്രേഷൻ്റെ ഇടയിൽ എത്ര പേപ്പർ ലീക്കേജ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേപ്പറുകൾ ലീക്ക് ചെയ്തു. സംസ്ഥാനങ്ങൾ തോറും പല പേപ്പർ. ഒരു സെക്കൻഡ്, ഞാൻ പൂർണ്ണമായിട്ട് ഇതിനെ ഒരു ജനറലൈസ് അങ്ങനെയല്ല ജനറലൈസ് ചെയ്യുന്നത് ശരിയാണ്. പക്ഷേ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് 20 കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് കൂടെ അതാണ്. ഇപ്പം ഇത് മുഴുവൻ പറയുമ്പോഴത്തേക്കും അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടും. അതായത് അപ്പം ഇങ്ങനെ പേപ്പർ ലീക്കേജുകൾ ഉണ്ടാകുക, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുക. നമ്മൾക്കിപ്പോൾ പേപ്പർ ലീക്കേജ് ഉണ്ടായില്ലെങ്കിൽ പോലും വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യാറുണ്ട് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. ഇത് ലീക്കേജ് ഉണ്ടായതിനു ശേഷം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത് അതിൻ്റെയും കൂടി പ്രഷർ കൊണ്ടാണ്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുടെ ആത്മഹത്യയെ കുറച്ച് കാണുകയല്ല, മറിച്ച് ആത്മഹത്യകൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് നിരന്തരം. ഇപ്പം നേരത്തെയും ഇതേപോലെ പേപ്പർ ലീക്കേജുകൾ ഉണ്ടായ സമയത്ത് വിദ്യാർത്ഥി ആത്മഹത്യകൾ നടന്നിരുന്നു. ഇതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അത് ബാധിക്കപ്പെട്ട ആൾക്കാർക്കിടയിൽ നിന്ന് തന്നെ ഒരു പ്രൊട്ടസ്റ്റുകൾ ഉയർന്നു വരേണ്ടിയുണ്ടായിരുന്നു. നേരത്തെ ഈ രാഷ്ട്രീയ സംഘടനകൾ ഇതിനെ നോർമലൈസ് ചെയ്തിട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ അത്തരം പ്രൊട്ടസ്റ്റുകൾ അവർക്കിടയിൽ നിന്ന് ഉയർന്നു വന്നില്ല. പിന്നെ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, അത് ശക്തമായ പ്രൊട്ടസ്റ്റുകളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം രാഷ്ട്രീയ സംഘടനകൾ ഒരു പ്രൊട്ടസ്റ്റിനെ ഓർഗനൈസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഇന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വച്ചുകൊണ്ട് അതിനെ തേച്ചു മാച്ച് കളയുന്നതാണ് പതിവ്. പക്ഷേ ഒരു കോമൺ ആയിട്ടുള്ള രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു യുവസമൂഹം ഇതിനെതിരെ ശക്തമായ സമരങ്ങളുമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായും ജനം അത് കാണും. അതൊരു പൊളിറ്റിക്കൽ ആവശ്യമല്ല, മറിച്ച് ഒരു പൗരൻ്റെ ആവശ്യമാണ്, അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ കോമൺ ആയിട്ടുള്ള പൊതുവിലുള്ള ആവശ്യമാണ് എന്ന ഒരു ബോധം രാജ്യത്തിലെ ജനങ്ങൾക്കും സർക്കാരിനും ഉണ്ടാകും. അതാണ് ഈ രാഷ്ട്രീയമായിട്ടുള്ള പ്രൊട്ടസ്റ്റുകളുടെയും മറ്റ് പ്രൊട്ടസ്റ്റുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇവിടെ അങ്ങനെ ഒന്ന് സംഭവിച്ചു, അത് വളരെ നല്ല കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയമായിട്ട് പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായി. ഇപ്പോൾ PSCയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായതാണ്. ഈ വിഷയത്തില് അത് നേരത്തെ ഇപ്പോൾ UPSC നമ്മുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും നമുക്ക് ഉണ്ടായിരിക്കെ അവരിത് ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ മടിച്ചത് എന്തുകൊണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ BJP NDA ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വിദ്യാർത്ഥി യൂണിയൻ പ്രതികരിക്കില്ല. നമ്മൾ പതിവുള്ളൊരു കാര്യമാണല്ലോ. ഏത് രാഷ്ട്രീയ കക്ഷിയാണെന്നുണ്ട് ഭരിക്കുകയാണെങ്കിലും അവരുടെ വിദ്യാർത്ഥി യൂണിയൻ എന്ത് നിറകേട് മുമ്പൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥി യൂണിയൻ തന്നെ തിരിച്ച് പ്രതികരിക്കുന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ കാലങ്ങളായിട്ട് വിദ്യാർത്ഥികൾ പ്രതികരിക്കാറില്ല, അവരവരുടെ വിദ്യാർത്ഥി സംഘടനകൾ. ഇനി അവരെ മാറ്റി നിർത്തി പ്രതിപക്ഷ സംഘടനകൾ പ്രതികരിക്കുമെന്ന് വയ്ക്കുക. പ്രതിപക്ഷ സംഘടനകൾ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ആരാണ് പ്രതികരിക്കുക? NSU ആണോ? NSUവിനെ സംബന്ധിച്ചിടത്തോളം വലിയ കരുത്തൊന്നും ഇന്ത്യയിലില്ല. വളരെ കുറച്ച് എന്താ പറയുക, കോളേജുകളിൽ മാത്രമാണ് അവരുടെ ഒരു ശക്തിയുള്ളത്. അതല്ലാതെ ഒരു വലിയ പ്രൊട്ടസ്റ്റിനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ശക്തിയില്ല. ഇനി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എല്ലാവരും സംയുക്തമായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് വേണമെന്നാണെങ്കിൽ അതിന് ഇവരിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഐസ ഓർഗനൈസ് ചെയ്താൽ തന്നെ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനകളെ ഒരുമിച്ച് കൂട്ടാൻ JNUവിൽ പോലും പലപ്പോഴും സാധിക്കാറില്ല. ഇവർ ഒരുമിച്ച് ചേരില്ല. വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം എന്താ പറയുക, ഒരു തൊഴിലാളി പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ തൊഴിലാളികൾ പരസ്പരം തമ്മിൽ ചേരും. പക്ഷേ വിദ്യാർത്ഥികൾ പരസ്പരം ഈ വിദ്യാർത്ഥി സംഘടനകൾ പരസ്പരം ചേരാത്തൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പല പ്രൊട്ടസ്റ്റുകളും പരാജയത്തിലാകുകയാണ് വരുന്നത്. പിന്നെ അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാകണമെങ്കിൽ അവരുടെ എക്സിസ്റ്റൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടാകണം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അത്തരം പ്രൊട്ടസ്റ്റുകൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നോക്കാം, രാജ്യം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മാസങ്ങളാണ് കടന്നു പോകുന്നത്. രണ്ടാമത്തെ ടെന്യൂർ കഴിഞ്ഞ് മൂന്നാമത്തെ ടെന്യൂറിന്റെ രണ്ടാം പാദത്തിലോട്ട് എത്തുമ്പോഴത്തേക്കാണ് ഇത്തരം പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് വരുന്നത്. എന്തായാലും ഇത് വളരെ സ്റ്റുഡൻസിന്റെ വിഷയമാകുമ്പോഴത്തേക്ക് ഇത് വളരെ കോഷ്യസ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാര്യം ജയപ്രകാശ് നാരായണന്റെ മൂവ്മെന്റ് വളരെ ലൈറ്റായിട്ട് എടുത്തതായിരുന്നു ഇന്നലെക്കുണ്ടായ പരാജയവും അതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നത്.
അതേപോലെ ഈ സ്റ്റുഡൻസിന്റെ ഈ പ്രക്ഷോഭം ഇവിടെ വെച്ച് നിർത്തി അതിന്റെ പരിഹാരങ്ങൾ കണ്ട് ചർച്ചയിലൂടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയും മറ്റു കാര്യങ്ങളിലും നമുക്ക് ഒരു നല്ല തുടക്കമെന്ന് നമുക്ക് തീർച്ചയായും